ഹലോ, ഞാൻ ഡോക്ടർ നിജില, ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഇൻ ട്രീറ്റിംഗ് ക്രോണിക് സ്കിൻ ആൻഡ് ഗട്ട് ഡിസീസസ്, ആയുർനിരാമയ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രോണിക് ഡിസീസസ് അഥവാ ദീർഘകാല രോഗങ്ങളെക്കുറിച്ചാണ്. എന്താണ് ക്രോണിക് ഡിസീസ്? ക്രോണിക് ഡിസീസ് എന്നാൽ പേരുപോലെ തന്നെ ദീർഘകാലം നിലനിൽക്കുകയും ഒരു രോഗി ഒരു മരുന്നിനെ ആശ്രയിച്ച് ജീവിതകാലം മുന്നോട്ട് പോകേണ്ടി വരുന്നതിനെയുമാണ് ക്രോണിക് ഡിസീസസ് എന്ന് പറയപ്പെടുന്നത്. ഏതൊക്കെ അസുഖങ്ങളെ നമുക്ക് ക്രോണിക് ഡിസീസസിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താം? പ്രധാനമായും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതേപോലെ കാർഡിയാക് ഡിസീസസ്, ത്വക്ക് രോഗങ്ങളായിട്ടുള്ള സോറിയാസിസ്, എക്സിമ, ലൈക്കൻ പ്ലാനസ്, അതേപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾ അതായത് IBS, ഫുഡ് അലർജീസ്, അൾസറേറ്റീവ് കോളൈറ്റിസ്, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, ആർത്രൈറ്റിസ്, അതേപോലെ റെസ്പിറേറ്ററി അലർജീസ്, ക്രോണിക് വീസിംഗ്, ഇവയെല്ലാം തന്നെ ക്രോണിക് ഡിസീസസിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നവയാണ്. ആയുർവേദത്തിൽ ക്രോണിക് ഡിസീസുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും ക്രോണിക് ഡിസീസസിനെ കുറിച്ച് ആയുർവേദത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്നും നോക്കാം. പ്രധാനമായും ഏതൊരു അസുഖത്തിന്റെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഉദരമാണെന്നും ഇതിനുള്ള മൂലകാരണങ്ങൾ വാത, പിത്ത, കഫം അഥവാ ദോഷങ്ങളിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആണെന്നും ആണ് ആയുർവേദം വിശ്വസിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശരീരത്തിൽ സ്ഥിരമായി ഡെവലപ്പ് ചെയ്യുന്ന ആമം അഥവാ ടോക്സിസിറ്റി, ഇതും ക്രോണിക് ഡിസീസസിന് ഒരു പ്രധാനമായ കാരണമായി പറയപ്പെടുന്നു. ആയുർവേദത്തിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് ദീർഘകാല രോഗങ്ങൾ അതായത് ക്രോണിക് ഡിസീസുകളെ ട്രീറ്റ് ചെയ്യുന്നത്. ആയുർവേദ മരുന്നുകളോടൊപ്പം രോഗിയുടെ ജീവിതശൈലിയിലും ആഹാരശീലങ്ങളിലും മാറ്റം വരുത്തുകയും അതോടൊപ്പം പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും മൂലകാരണങ്ങളെ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു. പ്രധാനമായും ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഒരു സ്ഥിരമായ ദിനചര്യ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പ്രഭാതത്തിൽ രാവിലെ എഴുന്നേൽക്കുക, അതായത് ആയുർവേദ വിധി പ്രകാരം ബ്രാഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠേത് എന്ന് പറയപ്പെടുന്നു. അതായത് സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുന്നേ എഴുന്നേൽക്കുന്നത് സ്ഥിരമായ ഒരു ഡെയിലി റുട്ടീൻ സെറ്റ് ആകുന്നതിനും രോഗിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വൈകിയുള്ള ഉറക്കം ഒഴിവാക്കുക. രണ്ടാമത്തേത് പതിവായുള്ള ഒരു എക്സസൈസ് ശീലമാക്കുക. പതിവായുള്ള നടത്തമോ യോഗയോ പ്രാണായാമോ ഇവയിൽ ഏതായാലും നല്ലതാണ്. മൂന്നാമത്തേത് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കുക. നാലാമത്തേത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. ഇന്നത്തെ പല യങ്സ്റ്റേഴ്സിലും കണ്ടുവരുന്ന സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇവയെല്ലാം തന്നെ ക്രോണിക് ഡിസീസസിന് ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. അതിനാൽ യോഗയും പ്രാണായാമവും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും ക്രോണിക് ഡിസീസ് കാരണം ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ ആയുർവേദത്തിനെ സമീപിക്കൂ, നിങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.